വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകർ, വെൽഫെയർ പാർട്ടിയുടെ അനുഭാവികൾ, വെൽഫെയർ പാർട്ടിയുടെ അഭ്യുകാംക്ഷികൾ വെൽഫെയർ പാർട്ടിയുടെ തീരുമാനത്തിന് വെയിറ്റ് ചെയ്യുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേനൽ ചൂടിനെ വെല്ലുന്ന തരത്തില് ചൂടേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മോടൊപ്പം വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചൂണ്ടയിൽ, മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറമുണ്ട്. ഇത്തവണ UDF-നെ പിന്തുണയ്ക്കാനാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീരുമാനിച്ചത്. അതെന്താ അങ്ങനെ? നേരത്തെ ഒരിക്കലും LDF-നെ പിന്തുണച്ചിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF-നെ പിന്തുണയ്ക്കാനെടുത്ത തീരുമാനം അതെന്തിന്റെ പേരിലാണ്? നമുക്കറിയാം, കേരളത്തിലെ സംഘപരിവാറിന് നല്ല വേരോട്ടുള്ള മണ്ണാക്കി മാറ്റിയിരിക്കുന്നു. അതിന് കാരണക്കാർ ഇടതുപക്ഷമാണ്. ഇവിടെയുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ അതിന് കയറി വിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശം, അതിന് വെള്ളാപ്പള്ളി അത്തരം പരാമർശം നടത്തുന്ന ആരെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോൾ, അതുപോലെ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോൾ, ഇങ്ങനെ ഓരോ വ്യത്യസ്ത ഘട്ടങ്ങളിലും ഇവരെ ചേർത്ത് പിടിക്കുന്ന ഇത്തരം വിദ്വേഷ പരാമർശങ്ങളെ, സംഘപരിവാറിന്റെ ആശയങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ് സംഘപരിവാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓരോ ഘട്ടത്തിലും പോലീസ് എടുക്കുന്ന നടപടികൾ, സർക്കാരിന്റെ ഓരോ നടപടികൾ, ഓരോന്ന് പരിശോധിച്ച് നോക്കിയാലും സംഘപരിവാറിന് അനുകൂലമായ ഒരു മണ്ണ് സൃഷ്ടിച്ചെടുക്കുന്ന നിലപാടാണുള്ളത്. ഈ മണ്ണ് എന്ന് മതേതരമുള്ള, സാമൂഹ്യനീതിയുള്ള, എല്ലാ മനുഷ്യരും ചേർത്ത് പിടിക്കുന്ന ഒരു മണ്ണാണ്. ഇതിനങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈ മണ്ണ് അങ്ങനെ തന്നെ നിലനിൽക്കണം. എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ കഴിയുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മണ്ണായി തന്നെ ഇത് നിലനിർത്തണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ഇടതുപക്ഷം തോൽക്കണം. ഇപ്പൊ നമുക്ക് അറിയാം, ഈ നിയമസഭാ ഇലക്ഷന്റെ വലിയ ചർച്ച എന്താ? BJP CPM കൂട്ടുകെട്ടാണ്. അത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആ കൂട്ടുകെട്ടുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയും, വാപ്പ മരിച്ചിട്ട് വേണം ആ കട്ടിൽ കയറി കിടക്കാൻ. വാപ്പ മരിച്ചാലും വേണ്ടില്ല, കട്ടിൽ കയറി കിടക്കണം. അഥവാ ഇവിടുത്തെ മതേതര, ഇവിടുത്തെ ഒരു സാംസ്കാരിക ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്തിട്ടും, ഇവിടുത്തെ മനുഷ്യരുടെ ഒരുമയെ ഇല്ലായ്മ ചെയ്തിട്ടാണ് വേണ്ടില്ല, അധികാരം കിട്ടണം എന്ന് മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമായി മുന്നോട്ട് പോകുന്നത്. ഇത് തുറന്നെതിർക്കുകയും അത് ഇല്ലായ്മ ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ആ രാഷ്ട്രീയ നിലപാടിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോ മലപ്പുറം ജില്ലയില് UDF-ന്റെ വിജയത്തിന്, UDF-ന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തില് നിങ്ങളുടെ വോട്ട് ഏറെ ഗുണം ചെയ്യുമെന്ന തരത്തിലാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞത്. അപ്പോ അത് ഗുണം ചെയ്യുമെന്ന് അവര് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അവരെ സഹായിക്കുമെന്ന് ഉറപ്പുണ്ടോ? വെൽഫെയർ പാർട്ടിയുടെ വോട്ടിനെ കുറിച്ച് എല്ലാവർക്കും ഒരു സംശയമില്ലാത്ത ഒരു കാര്യമാണ്. വെൽഫെയർ പാർട്ടി വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആ പ്രവർത്തകർ വോട്ട് ചെയ്യും. മറ്റ് പലരെ കുറിച്ചും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറയാറുള്ളത് എന്താ? വെൽഫെയർ പാർട്ടിയുടെ ഗുണം എന്താ വെച്ചാൽ, വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകർ, വെൽഫെയർ പാർട്ടിയുടെ അനുഭാവികൾ, വെൽഫെയർ പാർട്ടിയുടെ അഭ്യുകാംക്ഷികൾ വെൽഫെയർ പാർട്ടിയുടെ തീരുമാനത്തിന് വെയിറ്റ് ചെയ്യുക. അതാണ് അതിന്റെ ഒരു നിലപാട്, അതിന്റെ ഒരു കരുത്ത്. അതിന്റെ അപ്പുറം ഒരു മാറ്റവും ഇല്ല. പണ്ട് ഇടതുപക്ഷമൊക്കെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ ആയിരുന്നു. ഇപ്പോ ഇടതുപക്ഷം നിങ്ങളെ എന്താ പറയാ, നിങ്ങൾ അവരുടെ കൂടെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവില്ല. ഏതായാലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 10 പൈസ മുടക്കില്ലാതെ ഇടതുപക്ഷവുമായി ഞങ്ങൾ ഈ അങ്ങാടിപ്പുറത്തെ പാർട്ടി ഓഫീസിൽ ഒരുമിച്ചിരുന്ന് EMS മന്ദിരത്തിന്റെ സഖ്യം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അവർ പച്ചക്ക് ആ മന്ദിരത്തിന്റെ മുന്നിൽ നിന്നിട്ട് മോഹൻദാസ് വന്നിട്ട്, അവിടുത്തെ CPM ജില്ലാ സെക്രട്ടറി അദ്ദേഹം പ്രഖ്യാപിക്കാണ് ഈ വെൽഫെയർ പാർട്ടി ഒരു ധാരണ ഉണ്ടായിട്ടില്ല. ആ ഓഫീസിന്റെ ഉള്ളിലിരുന്ന് ചർച്ച നടത്തിയും പുറത്തിരുന്ന് ഈ വർത്തമാനം പറയുന്ന സ്വഭാവമാണ് ഇടതുപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ വെച്ചൊരു നിവൃത്തിയില്ല. നുണയാണ് യഥാർത്ഥത്തിൽ, കളവും നുണയും ഇത്തരം സംഗതികളുമാണ് ഇടതുപക്ഷത്തിന് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊക്കെ പരാജയപ്പെടണം. അപ്പൊ പരാജയത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പൊ UDF-നെ പിന്തുണയ്ക്കുന്നത്? തീർച്ചയായും. ഇടതുപക്ഷത്തിന്റെ വർഗീയ വിഷം ചീറ്റുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സംഘപരിവാറിന് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇനി ഇപ്പൊ നമ്മൾ പിടിച്ചിട്ടില്ല എങ്കിൽ, ഇപ്പൊ അതിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കേരളം നമുക്ക് നഷ്ടപ്പെടും. ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ രൂപപ്പെടും. അത് രൂപപ്പെടരുത് എന്നുദ്ദേശിച്ചുകൊണ്ട്, കേരളത്തിന് നന്മ ഉദ്ദേശിച്ചുകൊണ്ട്, മറ്റെല്ലാം മറന്ന്, എല്ലാം നമ്മളെ രാഷ്ട്രീയം ഉണ്ടാവും, മറ്റു സംഗതികളൊക്കെ ഉണ്ടാവും, ഇതൊന്നും നമ്മുടെ മുന്നിലില്ല. നമുക്ക് കേരളത്തെ തിരിച്ചു പിടിക്കണം.
അതിന് ഇടതുപക്ഷം തോൽക്കണം, UDF അധികാരത്തിൽ വരണം. ഏതായാലും വെൽഫെയർ പാർട്ടിയുടെ നേതാക്കൾ പറയുന്നത് കേരളത്തെ തിരിച്ചു പിടിക്കണമെന്ന്. അപ്പൊ കേരളം ഇപ്പൊ നിലവിൽ എങ്ങനെയൊക്കെ ആയിരുന്നു, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യം ബാക്കി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോ വെൽഫെയർ പാർട്ടിയുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ 10 പൈസ കണക്കില്ലാതെ കോടികൾ മുടക്കാതെ അവര് കേരളത്തിൽ മൊത്തം ചർച്ചയാണ്. ഇത്തവണ UDF-നെയാണ് അവർ പിന്തുണയ്ക്കുന്നത്. ഏതായാലും അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പിന്തുണയ്ക്കാൻ അവർക്ക് പറ്റുന്നത് UDF-നെയാണ്. അതിന്റെ കാരണങ്ങളൊക്കെ വ്യക്തമായിട്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചൂണ്ടയിൽ പറഞ്ഞു, പിന്നെ ഖാദർ അങ്ങാടിപ്പുറം പറഞ്ഞു. ഏതായാലും ഇനിയിപ്പോ ഇവര് തീരുമാനം എടുത്തു. ഈ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെ നീങ്ങുന്നുള്ള കാര്യം ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഇവരുടെ പിന്തുണ കൊണ്ട് മങ്കടയും പെരിന്തൽമണ്ണയിലുള്ള സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും ജയിക്കാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം കൂടി അവര് പങ്കുവെക്കുന്നുണ്ട്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരെയല്ലേ, ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ജനം തീരുമാനിക്കും, ജനം തീരുമാനിക്കട്ടെ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്. വീഡിയോ ജേർണലിസ്റ്റ് ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.